iPlus ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അറ്റോമിക് മാസ്, അറ്റോമിക് നമ്പർ, അതുപോലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെ കാണാം, ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും അറിയാമെങ്കിൽ. പിന്നെന്താണ് പഠിച്ചത്? ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺസ് ഇതെന്താണെന്നൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ അതിന് മുമ്പ് നമ്മൾ റുദർഫോർഡിൻ്റെ മോഡലാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്താണ് റുദർഫോർഡിൻ്റെ ഡ്രോബാക്സിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ എന്തറിയണം? നമുക്ക് ഈ പറഞ്ഞ ടേംസ് ഒക്കെ ഒന്ന് അറിയണം. അതിനുവേണ്ടിയാണ് ഇടയ്ക്ക് നമ്മൾ ആ കാര്യങ്ങളൂടെ പഠിച്ചത്. ഇനി നമുക്ക് എന്തിലേക്ക് പോകാം? ഡ്രോബാക്സ് ഓഫ് റുദർഫോർഡ് മോഡൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, അക്കോർഡിംഗ് ടു മാക്സ്വെൽ തിയറി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, a charged body moving under the influence of attractive forces loses energy continuously in the form of electromagnetic radiation. ഓക്കെ, എന്താണ് മാക്സ്വെൽ തിയറി അനുസരിച്ചിട്ട് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ഒരു ചാർജ്ഡ് ബോഡി എന്താണ് ഒരു അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ ഒരു സർക്കുലർ പാത്തിൽ അല്ലെങ്കിൽ എന്താണ് മൂവ് ചെയ്യുകയാണെങ്കിൽ, റിവോൾവ് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? അത് കണ്ടിന്യൂസ് ആയിട്ട് എനർജി നഷ്ടപ്പെട്ടിട്ട് എന്തായി മാറും? എനർജി നഷ്ടപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മളുടെ ന്യൂക്ലിയസിൻ്റെ അതിന് ചുറ്റും എന്താണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതാണ് നമ്മളുടെ റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം അല്ലേ. സോ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ എന്താണ് ഇതൊരു മൂവിങ് പാർട്ടിക്കിളാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? എനർജി ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? ഈ ന്യൂക്ലിയസിലേക്ക് വന്ന് കൊളാപ്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ആറ്റം നശിച്ചു പോകും. ഓക്കെ, സോ thus the electron is a charged body and it should emit radiations while revolving around the nucleus. അപ്പോൾ നമ്മൾ പറഞ്ഞ തിയറി, പ്ലാങ്ക്സ് തിയറി വെച്ചിട്ട് എന്താണ്, മാക്സ്വെലിൻ്റെ തിയറി വെച്ചിട്ട് എന്താണ് നമുക്ക് ഈ ന്യൂക്ലിയസ് എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പുറത്ത് വിട്ടുകൊണ്ട് എനർജി കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? നഷ്ടപ്പെടണം. ഓക്കെ, സോ അങ്ങനെ നഷ്ടപ്പെടുന്നതിൻ്റെ ഫലമായിട്ട്, എനർജി നഷ്ടപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് ഓരോ ടേണിലും, ഓരോ എന്താണ് റിവോൾവ് ചെയ്യുന്ന ടൈമിലും എന്ത് ചെയ്യും? ആദ്യം ഇത്രയും ഡിസ്റ്റൻസിലാണ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? കുറഞ്ഞു വന്ന് അവസാനം എന്ത് ചെയ്യും? ന്യൂക്ലിയസിലേക്ക് പതിക്കും. Okay, the electron should lose energy at every turn and move closer and closer to the nucleus following a spiral path. എന്താണ് ഒരു സ്പൈറൽ പാത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു സ്പൈറൽ പാത്തിലേക്ക് എന്ത് വന്നിരിക്കും? നമ്മളുടെ ഇലക്ട്രോൺ വരും. ഇങ്ങനെ കുറഞ്ഞു വന്ന് നമ്മുടെ ന്യൂക്ലിയസിനകത്തേക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? നമ്മുടെ ഇലക്ട്രോൺസ് വന്ന് പതിക്കാനുള്ള ചാൻസ് ഉണ്ട്. Consequently, the orbit will become smaller and finally the electron would fall into the nucleus. In other words, എന്താണ്? The atom should collapse. Atom എന്താവും? കൊളാപ്സ് ആയിപ്പോ. The calculation have shown that it should take only 10⁻⁻8 seconds. എന്താണ്? 10⁻⁻8 seconds മാത്രമേ എന്തെടുക്കുകയുള്ളൂ? ഇതിനു വേണ്ടി എടുക്കുകയുള്ളൂ. ഇങ്ങനെ കൊളാപ്സ് ആകാൻ വേണ്ടി സ്പൈറൽ ന്യൂക്ലിയസ് വന്നിട്ട് ഇങ്ങനെ കൊളാപ്സ് ആവാൻ എത്ര എടുക്കത്തുള്ളൂ? ഏകദേശം 10⁻⁻8 സെക്കൻഡ്സ് മാത്രമേ എടുക്കുള്ളൂ. അത് വളരെ കുഞ്ഞൊരു സമയമല്ലേ. സോ നമുക്ക് പറയാം എന്താണ്, ആറ്റംസ് അതുപോലെ നശിച്ചു പോകും. പക്ഷെ ഇത് പോസിബിൾ ആണോ? ഇത് എപ്പോഴും നടക്കുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലും നടക്കുന്നില്ല. ആറ്റംസ് ഒക്കെ നശിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും ഉണ്ടാവില്ല. കാരണം എല്ലാ മാറ്ററും എന്താണ്? ആറ്റം കൊണ്ട് നിർമ്മിതമാണ് അല്ലേ. സോ എന്താണ്? സോ നമുക്ക് പറയാം അതൊരിക്കലും നടക്കുന്നില്ല. സോ നോക്കാം, ഇതാണ് നമ്മളുടെ നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോണും പോസിറ്റീവ്ലി ചാർജ് ന്യൂക്ലിയസും ആണെങ്കിൽ സ്പൈറൽ പാത്തിലൂടെ വന്ന് എന്ത് ചെയ്യും? ന്യൂക്ലിയസിലേക്ക് പതിക്കും. പക്ഷേ റുദർഫോർഡിൻ്റെ മോഡല് എന്തുകൊണ്ട് ആറ്റം സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു? സ്റ്റെബിലിറ്റി ഓഫ് ആറ്റത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല? റുദർഫോർഡിൻ്റെ മോഡലിന് കഴിഞ്ഞില്ല. Therefore, Rutherford model cannot explain the stability of an atom. This is another serious drawback of the Rutherford model. അപ്പം റുദർഫോർഡിൻ്റെ മോഡലിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ് എന്ത്? ഇത് എന്തുകൊണ്ട് ഈ സ്റ്റെബിലിറ്റി, ആറ്റം എന്തുകൊണ്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു അതിനെക്കുറിച്ച് പറയാൻ റുദർഫോർഡിൻ്റെ മോഡലിന് കഴിഞ്ഞില്ല. This model does not explain the structure of atoms, that is, the distribution of electrons around the nucleus and their energies. ഇങ്ങനെ പറഞ്ഞു ഫിക്സ്ഡ് പാത്തിലാണെന്ന് പറഞ്ഞു എന്നല്ലാണ്ട് എന്തുകൊണ്ട് ആറ്റം സ്റ്റേബിളായി അതിനെക്കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല? റുദർഫോർഡിന് കഴിഞ്ഞില്ല.
സോ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല ഐസോടോപ്പിൻ്റെ കാര്യം. എന്തുകൊണ്ട് ഇപ്പം അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്ന ഐസോടോപ്സിനെ കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനും ആർക്ക് കഴിഞ്ഞില്ല, നമ്മളുടെ റൂദർഫോർഡ് മോഡലിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ഒരു മോഡലിലേക്ക് വന്നു. ഓക്കെ, അടുത്ത ഒരു മോഡലിലേക്ക് വന്നു. സോ ആ മോഡലാണ് എന്ത്, ബോർ മോഡൽ. അപ്പം നമ്മൾ ആദ്യം പഠിച്ച എന്താണ്, തോംസൺ മോഡലാണ് അല്ലേ. തോംസൺ മോഡൽ എന്തിനെ പോലെയായിരുന്നു, പ്ലം പുഡിംഗ് പോലെ അല്ലെങ്കിൽ വാട്ടർമെലൺ പോലെയാണ്. നമ്മൾ എന്ത് ചെയ്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് പോസിറ്റീവ്ലി ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, നെഗറ്റീവ് ചാർജസ് എന്ത് ചെയ്യുന്നു, എംബഡ് ചെയ്യുന്നു. അതായിരുന്നു നമ്മുടെ പ്ലം പുഡിംഗ് മോഡൽ. രണ്ടാമത് എന്താണ്, സോളാർ സിസ്റ്റം മോഡലാണ്. അതാരാണ് കൊണ്ടുവന്ന് ഡിസ്കവർ ചെയ്തത്, അതാരാണ് എക്സ്പ്ലെയിൻ ചെയ്തത്, നമ്മുടെ റൂദർഫോർഡിൻ്റെ ആയിരുന്നു സോളാർ സിസ്റ്റം മോഡൽ. മൂന്നാമത്തേതാണ് ബോർ മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, during the period of development of new models to improve Rutherford model of an atom, two new concepts played a major role. അതായത് ഡ്യുവൽ ബിഹേവിയർ ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും അറ്റോമിക് സ്പെക്ട്രയും അനുസരിച്ചാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ബോർ ആറ്റം മോഡൽ വന്നേക്കുന്നത്. ഓക്കെ, ഡ്യൂറിങ് ദി ഡ്യുവൽ ബിഹേവിയർ ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഒന്നാമത്തത് ഇവിടെ ലൈറ്റിന് ഡ്യുവൽ ബിഹേവിയർ, രണ്ട് സ്വഭാവമുണ്ട്. ഏതൊക്കെ രണ്ട് സ്വഭാവം, അതിന് പാർട്ടിക്കിൾ ലൈക്ക് നേച്ചറും ഉണ്ട്, അതുപോലെ തന്നെ വേവ് ലൈക്ക് നേച്ചറും ഉണ്ട്. ഡ്യുവൽ ബിഹേവിയർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വെച്ചാൽ എന്താണ്, പാർട്ടിക്കിൾ ഹാസ് ബോത്ത് പാർട്ടിക്കിൾ ലൈക്ക് ആൻഡ് വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. അടുത്തത് അറ്റോമിക് സ്പെക്ട്രയാണ്. അറ്റോമിക് സ്പെക്ട്ര എന്താണ്, ദി എക്സ്പെരിമെന്റൽ റിസൾട്ട്സ് റിഗാർഡിംഗ് അറ്റോമിക് സ്പെക്ട്ര ഓഫ് ആറ്റംസ് ക്യാൻ ഓൺലി ബി എക്സ്പ്ലെയിൻഡ് ബൈ അസ്യൂമിങ് ക്വാണ്ടൈസ്ഡ് ഇലക്ട്രോണിക് ലെവൽസ് ഇൻ ദി ആറ്റംസ്. അപ്പോൾ എന്താണ്, ഫിക്സ്ഡ് എനർജി ലെവൽസ് ആണ്. ക്വാണ്ടൈസ്ഡ് ഒരു ഡെഫിനിറ്റ് എനർജി ലെവൽസ് ആണ്. അത് എന്ത് ചെയ്യില്ല, എനർജി ലോസ് ചെയ്യുകയൊന്നുമില്ല. അങ്ങനെ ഫിക്സ്ഡ് എനർജി ലെവൽസിനെ കുറിച്ചാണ് ആര് പറഞ്ഞത്, നമ്മുടെ അറ്റോമിക് സ്പെക്ട്ര പറയുന്നത്. ഇനി എന്താണ് Bohr's model for hydrogen atom എന്താണെന്ന് നോക്കാം. To overcome the drawbacks of Rutherford's model of an atom and to explain the line spectrum of hydrogen, Niels Bohr, a Danish physicist, in 1913 proposed a model of the atom which was based upon the Planck's quantum theory of radiation. Planck's quantum theory of radiation വെച്ചിട്ട് 1913 നീൽസ് ബോർ എന്ന സയൻറ്റിസ്റ്റ് ആണ് എന്ത് കൊണ്ടുവന്നത്, ബോർസ് മോഡൽ ഓഫ് ആറ്റത്തെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തത്. ഈ പുതിയ മോഡലിനെ എന്ത് വന്നു, ബോർസ് മോഡൽ ഓഫ് ആറ്റം എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ബോർസ് മോഡൽ ഓഫ് ദി ആറ്റത്തിൻ്റെ പോസ്റ്റുലേറ്റ്സ്? ഒന്നാമത്തെ നോക്കാം. An atom consists of a small heavy positively charged nucleus in the center surrounded by electrons. ഒന്നാമത്തെ കാര്യം എന്താണ് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പോസ്റ്റുലേറ്റിലെ ഒന്നാമത്തെ കാര്യമാണ് ആറ്റം കൺസിസ്റ്റ് ഓഫ് സ്മോൾ ഹെവിലി പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ്. എന്താണ്, ഒരു നമ്മുടെ റുദർഫോർഡ് പറഞ്ഞ പോലെ തന്നെ എന്തുണ്ട്, ആറ്റത്തിന് സ്മോൾ പോസിറ്റീവ്ലി ചാർജ് ഹെവിലി പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് എവിടെയുണ്ട്, നമ്മുടെ സെന്റർ ഓഫ് ദി ആറ്റത്തിനകത്തുണ്ട്, വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ ഇലക്ട്രോൺ. എന്താണ്, സെന്റർ എന്ത് ചെയ്യുന്നു, ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു, അതിന്റെ സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും എന്തുണ്ടാകും, ഇലക്ട്രോൺസ് ഉണ്ടാകും. ദി ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം revolve around the nucleus only in certain selected circular path which have the fixed value of radius and energy. അപ്പോൾ എന്താണ്, ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം, ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം റിവോൾവ് അറൗണ്ട് ദി ന്യൂക്ലിയസ്. ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുന്നു, റിവോൾവ് ചെയ്യുന്നു. റിവോൾവ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഓൺലി ഇൻ സർട്ടൻ സെലക്ടഡ് സർക്കുലർ പാത്ത്. എന്താണ്, ഇപ്പോൾ ഈ ഒരു എനർജി ലെവൽ എന്താണ്, ഇത് പർട്ടിക്കുലർ എനർജി ആയിരിക്കും. ഈ ഒരു ലെവൽ അതാണ് ഒരു സർട്ടൺ ഡെഫിനിറ്റ് എനർജി ലെവലിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ആ പാത്തിന്, ആ സർക്കുലർ പാത്തിന് എന്തായിരിക്കും, ഫിക്സ്ഡ് വാല്യൂ ഓഫ് റേഡിയസും അതുപോലെ എനർജിയും ആയിരിക്കും. ഈ സർക്കുലർ പാത്തിനെ പറയുന്ന പേരാണ് എന്ത്, ഓർബിറ്റ്സ് എന്ന് പറയും. എന്താണ്, ഓർബിറ്റ്സ്. സോ ആദ്യം പറഞ്ഞ എന്താണ്, an atom consists of a small heavy positively charged nucleus in the center surrounded by electrons. ഇലക്ട്രോണുകളാൽ ചുറ്റപ്പെട്ട എന്താണ്, ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് എവിടെയുണ്ട്, സെന്റർ ഓഫ് ദി ആറ്റത്തിലുണ്ട്. ഇനി എന്താണ്, ഈ ഇലക്ട്രോൺസ് ആറ്റത്തെ ചുറ്റും എന്താണ്, ഈ ന്യൂക്ലിയസിന് ചുറ്റുന്ന ഈ ഇലക്ട്രോൺസ് എന്താണ്, ഒരു സർട്ടൻ
സെലക്ടഡ് സർക്കുലർ പാത്തിലൂടെ ആയിരിക്കും റിവോൾവ് ചെയ്യുന്നത്. ഈ സർക്കുലർ പാത്തിന് ഫിക്സ്ഡ് റേഡിയസും ഫിക്സ്ഡ് എനർജിയുമായിരിക്കും. ഈ സർക്കുലർ പാത്തിനെ പറയുന്ന പേരാണെന്ത്? ഓർബിറ്റ്സ് എന്ന് പറയാം. ഓക്കെ, these orbits are associated with definite energies and are called energy shells or energy levels. എന്താണ് നമുക്ക് ഈ ഓർബിറ്റ്സിനെ എന്താണ് നമുക്ക് ഡെഫിനിറ്റ് എനർജി ഉള്ള ഒരു സ്റ്റേറ്റ്സ് ആയിട്ട് പറയാം. സോ ഈ ഓർബിറ്റ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? എനർജി ഷെൽസ് എന്നോ എനർജി ലെവൽസ് എന്നോ പറയാം. ഇതിനെ നമുക്ക് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്പർ ചെയ്യാം. അതിനെ മറ്റൊരു പേരിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നതാണ് KLMN ഷെല്ലായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തിരിക്കുന്നത് K ഷെല്ലാണ്, അത് കഴിഞ്ഞ് L ഷെല്ലാണ്, അത് കഴിഞ്ഞ് M ആണ്, അത് കഴിഞ്ഞ് N ആണ്. ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ടുള്ള, ഇപ്പൊ ഇതിന്റെ റേഡിയസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ L ഷെല്ലിന്റെ റേഡിയസ് എന്തായിരിക്കും? ആ ഒരു ഫിക്സ്ഡ് ആയിരിക്കും, അതിന്റെ എനർജി ഫിക്സ്ഡ് ആയിരിക്കും. L ഷെല്ല് വരുമ്പോഴോ അതിന്റെ റേഡിയസും എനർജി ഫിക്സ്ഡ് ആയിരിക്കും. M ആകുമ്പോഴും അതുപോലെ തന്നെ എനർജിയും റേഡിയസും എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. സോ ഇങ്ങനെ ഉള്ള ഈ ഓരോ ലെവൽസിനെ നമുക്ക് എന്തെന്ന് പറയാം? എനർജി ഷെൽസ് അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്ന് പറയാം. ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ 1 2 3 4 എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യാം, അതല്ലെങ്കിലോ KLMN എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യാം. ഓക്കെ, നോക്കാം. ഇതാണ് ന്യൂക്ലിയസ്. എന്താണ് ഫസ്റ്റ് ലെവലിനെ നമുക്ക് 1 എന്ന് പറയാം, അല്ലെങ്കിൽ K ലെവൽ എന്ന് പറയാം. സെക്കൻഡ് ലെവൽ ഓർ L, തേർഡ് ലെവൽ ഓർ M, ഫോർത്ത് ലെവൽ ഓർ N എന്ന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ് ആണ് the energy of an electron in the orbit does not change with time. എന്താണ്? the energy of an electron in the orbit does not change with time. ഇപ്പം നമ്മളുടെ ഒരു ഡ്രോബാക്ക് ആയിരുന്നു റൂദർഫോർഡ് മോഡൽ അല്ലേ? അങ്ങനെ ഒരു സർക്കുലർ പാത്തിൽ റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് റിവോൾവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അത് എന്ത് ചെയ്യും? റേഡിയന്റ് എനർജി പുറത്ത് കളയും, അങ്ങനെ അതൊന്ന് കൊളാപ്സ് ആവും. പക്ഷെ ഇവിടെ പറയുന്ന ഒരു പോസ്റ്റ്ലേറ്റ് എന്താണ്? ഈ ഓരോ ഓർബിറ്റിന്റെയും എനർജി എന്താണ്? ഫിക്സ്ഡ് ആണ്. അത് സമയം മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യില്ല? ആ എനർജി ഒന്നും ചേഞ്ച് ചെയ്യില്ല. സോ നമുക്ക് പറയാം, as long as the electron remains in a particular orbit, it does not lose or gain energy. ഒരു ഓർബിറ്റിലൂടെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നില്ല? അത് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുകയോ ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നില്ല? ലോസ് ചെയ്യുകയും ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് നമ്മുടെ രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ്. അതിൻ്റെ അർത്ഥം എന്താണ്? ദി എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ എ പർട്ടിക്കുലർ എനർജി ഷെൽ റിമൈൻസ് കോൺസ്റ്റന്റ്. പർട്ടിക്കുലർ എനർജി ഷെല്ലിൽ, ഇപ്പോൾ കെയിൽ അല്ലെങ്കിൽ എല്ലിൽ, ആ ഒരു ഷെല്ലിലുള്ളപ്പോൾ ഉള്ള ആ ഇലക്ട്രോണിൻ്റെ എനർജി എന്താണ്? അത് കോൺസ്റ്റന്റ് ആണ് എന്നാണ് രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ്. Therefore, these orbits are also called stationary states or allowed energy states. അതുകൊണ്ട് തന്നെ ഈ ഓർബിറ്റിനെ നമുക്ക് മറ്റൊരു പേരിൽ അറിയാം. എന്താണ്? സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്നോ അതല്ലെങ്കിൽ അലൗഡ് എനർജി സ്റ്റേറ്റ്സ് എന്നോ നമുക്ക് ഇവരെ പറയാൻ കഴിയും. ഓക്കെ, the term stationary does not mean that electron is stationary. അപ്പം ഈ സ്റ്റേഷനറി സ്റ്റേറ്റ് നിങ്ങൾ വിചാരിക്കരുത് ഒരു എന്താണ്, ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇലക്ട്രോൺ എന്ന് അവിടെ തന്നെ നിൽക്കാൻ വിചാരിക്കില്ല. ഈ ഒരു എന്താണ് ഓർബിറ്റിലൂടെ അവർക്ക് എവിടെ വേണമെങ്കിലും ആ ഓർബിറ്റിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. സോ ദി സ്റ്റേഷനറി ഡസ് നോട്ട് മീൻ ദാറ്റ് ഇലക്ട്രോൺ ഈസ് സ്റ്റേഷനറി, ബട്ട് ഇറ്റ് മീൻസ് ദാറ്റ് ദി എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഇലക്ട്രോണിൻ്റെ എനർജി എന്താണ്? സ്റ്റേഷനറി, ചേഞ്ച് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഇലക്ട്രോൺ അവിടെ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ അതിന് അങ്ങനെ നിൽക്കുകയാണ് എന്നല്ല മീനിങ്. ആ എനർജി അവിടെ സെയിം ആയിരിക്കും. ത്രൂ ഔട്ട് ദാറ്റ് ഷെൽ എന്തായിരിക്കും? എനർജി സെയിം ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? ഇതിലൂടെ നമ്മുടെ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അല്ലേ? സോ ഇവിടെ എന്താ കൊളാപ്സ് ആവുന്നില്ല. സോ നമുക്ക് പറയാം എന്താണ്? ആറ്റം ഇവിടെ സ്റ്റേബിൾ ആണെന്ന് പറയാം. മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ് ആണ് only those orbits are permitted in which the angular momentum of the electron is a whole number multiple of h/2 pi. എന്താണ്? ഇനി ഏതൊക്കെയാണ് ഓർബിറ്റ്സ് പെർമിറ്റഡ് ആയിട്ടുള്ളത്? only those orbits are permitted. എങ്ങനത്തത്? the angular momentum of the electron ഒരു whole number multiple of h/2 pi ആകുന്ന കേസിൽ മാത്രമേ എന്താവുകയുള്ളൂ? ഇത് അലൗഡ് ആവുകയുള്ളൂ. സോ ഓർത്തിരിക്കുക, എന്താണ്? മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ് ആണ് only those orbits are permitted in which the angular momentum of the electron is a
ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് h/2π. h/2πയുടെ ഒരു ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ആയിരിക്കും എന്തെന്ന് പറഞ്ഞത് ആംഗുലാർ മൊമെന്റം ഓഫ് ദി ഇലക്ട്രോൺ. ഇവിടെ h എന്ന് പറയുന്നത് എന്താണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് h എന്ന് പറയുന്നത്. ഓക്കെ, an electron like any other moving body moving in a circular orbit has an angular momentum equal to mvr. ഓക്കെ, സാധാരണ ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ മൊമെന്റം ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ് mvr ആണ്. ഇവിടെ m എന്ന് പറയുന്നത് എന്താണ് മാസ് ഓഫ് ദി ഇലക്ട്രോൺ മൂവിംഗ് വിത്ത് വെലോസിറ്റി v ആൻഡ് റേഡിയസ് r. ഓക്കെ, റേഡിയസ് ഓഫ് ദി ഓർബിറ്റ് r ഉം വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ v യും മാസ് ഓഫ് ദി ഇലക്ട്രോൺ m ഉം ആണെങ്കിൽ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കും mvr ആയിരിക്കും. സോ അക്കോർഡിംഗ് ടു ബോർ എന്താണ് നമ്മൾ പറഞ്ഞു ആംഗുലാർ മൊമെന്റം mvr which is equal to the whole number multiple of h/2π ആണ്. സോ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ നമുക്ക് n എന്ന് കൊടുക്കാം, വേറെ n is equal to 1 2 3 ആണ്. സോ mvr is equal to nh/2π എന്ന് കിട്ടും. ഓക്കെ, mvr is equal to nh/2π. ഇത് നമുക്ക് പ്രോബ്ലം ചോദിക്കാനൊക്കെ എന്താണ് ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്, ഇക്വേഷൻ ആണ്. എന്താണ് mvr ആംഗുലാർ മൊമെന്റം mvr is equal to nh/2π എന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് പ്രോബ്ലംസ് ചെയ്യാം. ഇനി നോക്കാം ആംഗുലാർ മൊമെന്റം ഓഫ് ദി ഇലക്ട്രോൺ എന്താണ് n is equal to 1. ഫസ്റ്റ് ലെവൽ ആണെങ്കിൽ k ലെവൽ ആണെങ്കിൽ എന്താണ് n is equal to 1 ആകുമ്പോൾ ആംഗുലാർ മൊമെന്റം എത്ര വരും h/2π എന്ന് വരും. n is equal to 2π ആകുമ്പോൾ n is equal to 2 ആകുമ്പോഴോ 2h/2π എന്ന് വരും. ദാറ്റ് ഈസ് എന്താണ് h/π വരും. 3 ആകുമ്പോഴോ 3h/2π എന്ന് വരും. 4 ആകുമ്പോഴോ 4h/2π വരും. ദാറ്റ് ഈസ് 2h/π എന്ന് വരും. 2h/π എന്ന് വരും. ഓക്കെ, സോ നമുക്ക് പറയാം എന്താണ് ഇൻട്രൊഡ്യൂസസ് ദി കൺസെപ്റ്റ് ഓഫ് എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഒരു ഫിക്സ്ഡ് ലെവലിന് എന്താണ് ഒരു ഫിക്സ്ഡ് ആംഗുലാർ മൊമെന്റം എന്താണ് ഓരോ ലെവലിനും. ഇപ്പം k ലെവലിനും k ഷെല്ലിനും l ഷെല്ലിനും m ഷെല്ലിനും ഒക്കെ എന്തുണ്ട് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള അല്ലേ ഒരു എന്താണ് ഒരു ഫിക്സ്ഡ് ഡെഫിനിറ്റ് ആംഗുലാർ മൊമെന്റം ഉണ്ട്. സോ നമുക്കിവിടെ ഏത് കൺസെപ്റ്റ് കൊണ്ടുവരാം ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്നൊരു കൺസെപ്റ്റ് നമുക്കിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. നാലാമത്തെ പോസ്റ്റുലേറ്റ് ആണ് the energy is emitted or absorbed only when the electrons jump from one energy level to another. ഒരു എനർജി ലെവലിൽ നിന്ന് മറ്റൊരു എനർജി ലെവലിലേക്ക് ജമ്പ് ചെയ്യുമ്പോഴേ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ അവിടെ എനർജി അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് എമിറ്റ് ചെയ്യുകയുള്ളൂ. ഓക്കെ, ദി എനർജി ഈസ് എമിറ്റഡ് ഓൺലി എന്താണ് എമിറ്റഡ് ഓർ അബ്സോർബ് ഓൺലി വെൻ ദി ഇലക്ട്രോൺ ജംപ് ഫ്രം വൺ എനർജി ലെവൽ ടു അനദർ. ഒരു എനർജി ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് ഒരു ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ മാത്രമേ ഇലക്ട്രോണിനെ അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയുള്ളൂ. അതാണ് അടുത്ത പോസ്റ്റുലേറ്റ്. ഓക്കെ, വെൻ എനർജി ഈസ് സപ്ലൈഡ് ടു ആൻ ആറ്റം എന്ത് ചെയ്യാണ് നമ്മൾ എനർജി ഒരു ആറ്റത്തിന് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ എനർജി ഇലക്ട്രോൺസ് എന്ത് ചെയ്യും ആ എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഒന്നോ രണ്ടോ ക്വാണ്ടം ഓഫ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഹയർ ലെവലിലേക്ക് എന്ത് ചെയ്യും ജമ്പ് ചെയ്യും. നോക്കാം, ഒന്നാമത്തെ കേസ് നോക്കാം. ഇതായിരുന്നു ലോവർ ലെവലിൽ നിന്ന് ഇലക്ട്രോൺ ആയിരുന്നു, അത് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യും. ഇനി തിരിച്ചെന്താണ് ഈ ഹയർ ലെവലിൽ നിന്ന് ലോവറിലേക്ക് വരുമ്പോഴോ എനർജി എമിറ്റ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക ലോവർ ലെവലിലേക്ക് വരുന്നത്. ഓക്കെ, സോ ദിസ് ഹയർ എനർജി സ്റ്റേറ്റ് ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ഇറ്റ്സ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പം എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഹയർ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പറയാം അതെന്താണ് ആ ഇലക്ട്രോൺ എങ്ങോട്ട് പോയി അതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി എന്ന് പറയാം. എക്സാമ്പിൾ പറയുകയാണ്, ഈ മുകളിലത്തെ പിക്ചർ നോക്കുക. ഇവിടെ എന്താണ് ഇവിടെ ഇലക്ട്രോൺ എന്ത് ചെയ്തു ഒരു എനർജി അബ്സോർബ് E2 - E1 എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് അതിന് തൊട്ട് ഹയർ ലെവലിലേക്ക് എന്ത് ചെയ്തു ജമ്പ് ചെയ്തു. ഓക്കെ, when the electron jump back to the lower level ഇപ്പം തിരിച്ചു വരണമെങ്കിൽ ആ അബ്സോർബ് ചെയ്ത എനർജി എന്ത് ചെയ്യണം സെയിം എമൗണ്ട് ഓഫ് എനർജി റേഡിയേറ്റ് ചെയ്യണം എമിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഹയർ ലെവലിൽ നിന്ന് എങ്ങോട്ട് വരാൻ പറ്റുള്ളൂ ലോവർ ലെവലിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. This amount of energy emitted or absorbed is given by the differences of the energies of the two energy levels is concerned. അപ്പം എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി എമിറ്റ് ചെയ്തു അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തു എന്നുള്ളത് എന്താണ് ഈ രണ്ട് എനർജി ലെവൽസിൻ്റെയും എന്താണ് ഈ എനർജിയുടെ ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് പറയാം ഡെൽറ്റ ഇ എന്താണ് എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് എന്ന് പറയുന്നത് എന്താണ്
E2 മൈനസ് E1 ആണ്. ഇവിടെ E1ഉം E2 എന്താണ്? എനർജീസ് ഓഫ് ദി ടു എനർജി ലെവൽസ് ആണ്. ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസ് ഇൻ എനർജീസ് ഓഫ് ടു ലെവൽസ് ആണ്. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് എമിഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് എനർജി occur only in discrete value. അതായത് എന്താണ്? അബ്സോർപ്ഷൻ ആണെങ്കിലും എമിഷൻ ഓഫ് എനർജി ആണെങ്കിലും ഒരു ഡിസ്ക്രീറ്റ് വാല്യൂ ആർക്കുണ്ടാവും? ആ എനർജിക്ക് ഉണ്ടാവും. ഈക്വൽ ടു ഡിഫറൻസ് ഇൻ ടു എനർജി. ഡെൽറ്റ ഇയുടെ വാല്യൂന്റെ കാര്യമാണ് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് പറയാം എനർജി ഓഫ് ദി ഇലക്ട്രോൺ ക്യാനോട്ട് ചേഞ്ച് ഗ്രാജുവലി. എന്ത് ചെയ്യുന്നില്ല? എനർജി ഓഫ് ദി ഇലക്ട്രോണ് ഗ്രാജുവൽ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. ആൻഡ് കണ്ടിന്യൂസ്ലി എന്താണ്? The energy of the electron cannot change gradually and continuously, but changes abruptly as the electron jump from one energy level to another and not in any value. Okay, so ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ലെവൽ എന്താണ് എനർജി കിട്ടിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അത് ഹയർ ലെവലിലേക്ക് പോവുകയുള്ളൂ. നമ്മൾ പറഞ്ഞു ഈ E1 ആണെങ്കിലും E2 ഫിക്സ്ഡ് എനർജിയാണ് അല്ലേ? സോ ഈ ഡിഫറൻസ് ഡെൽറ്റ ഇ എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. സോ അത്രയും എമൗണ്ട് ഓഫ് എനർജി കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മുടെ ഈ ഇലക്ട്രോണ് ജമ്പ് ചെയ്യുകയുള്ളൂ. ഓക്കെ, അതല്ലാണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ഇപ്പം 10 കൊടുത്ത് 20 കൊടുത്ത് 30 കൊടുത്ത് അങ്ങനെ കൂട്ടി പോകല്ല. ഒരു കറക്റ്റ് എമൗണ്ട് ഓഫ് എനർജി, ആ ഒരു ഡെൽറ്റ ഈ വാല്യൂ ഓഫ് എനർജി നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുള്ളൂ? ഹയർ ലെവലിലേക്ക് ജമ്പ് ചെയ്യുകയുള്ളൂ. ഓക്കെ, സോ നമുക്ക് പറയാം ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് പറയാം അറ്റോമിക് സ്പെക്ട്ര എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് പോവാണോ? നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് കൂടി പോവാണോ? അല്ല. എന്ത് ചെയ്യാണ്? അതിൻ്റെ ക്വാണ്ടം ഓഫ് എനർജി കിട്ടുമ്പോൾ മാത്രം അത് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് പറയാം അറ്റോമിക് സ്പെക്ട്ര എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയാം. എന്താണ്? നമുക്ക് ഇത് വെച്ചിട്ട് അറ്റോമിക് സ്പെക്ട്ര ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ കഴിയും. അടുത്ത ഒരു ടൈമാണ് ആംഗുലാർ മൊമെന്റം. ഇവിടെ നമ്മൾ ലീനിയർ മൊമെന്റം ഓഫ് ദി പ്രോഡക്റ്റ് എന്താ ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ലീനിയർ വെലോസിറ്റി. P ഇസ് ഈക്വൽ ടു mv നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? P ഇസ് ഈക്വൽ ടു m ഇൻറ്റു v, മാസ് ഇൻറ്റു വെലോസിറ്റി. അതുപോലെ തന്നെ ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ. പ്രോഡക്റ്റ് ഓഫ് ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ. അപ്പം എന്താണ്? ഓർത്തിരിക്കുക, ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? ആംഗുലാർ മൊമെന്റം ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ I ആൻഡ് ആംഗുലാർ വെലോസിറ്റി W എന്ന് പറയും. എന്താണ്? പ്രോഡക്റ്റ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ I ആൻഡ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്നതാണ് ആംഗുലാർ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി നോക്കാം. നമ്മളുടെ ഒരു ഇലക്ട്രോണിന്റെ കേസ് എടുക്കുമ്പോൾ അതിന്റെ മാസ് എമ്മും അതിൻ്റെ എന്താണ് റേഡിയസ് 6 ആണെങ്കിൽ ആംഗുലാർ മൊമെന്റം നമുക്ക് എങ്ങനെ കാണാം? I ഇൻറ്റു ആംഗുലാർ മൊമെന്റം ആംഗുലാർ മൊമെന്റം ഇസ് ഈക്വൽ ടു I ഇൻറ്റു ഒമേഗയാണ്. I എന്ന് വെച്ചാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു I ഇസ് ഈക്വൽ ടു m ഇൻറ്റു r സ്ക്വയർ. മാസ് ഇൻറ്റു റേഡിയസ് സ്ക്വയർ ആണ് വരുന്നത്. ഒമേഗ എന്ന് വെച്ചാൽ എന്താണ്? V/r ആണ്. ഇവിടെ V എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ വെലോസിറ്റി ആണ്. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? ആംഗുലാർ മൊമെന്റം ഇസ് ഈക്വൽ ടു എന്ത് വരും? mr സ്ക്വയർ. mr സ്ക്വയർ വെച്ചാൽ എന്താണ്? നമ്മുടെ ഐയുടെ വാല്യൂ ആണ്. mr സ്ക്വയർ ഇൻറ്റു v/r എന്ന് വരും. ഇവിടെ നിന്ന് r സ്ക്വയറും r ക്യാൻസൽ ചെയ്താൽ ആംഗുലാർ മൊമെന്റം ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? mvr എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ ബോർ മോഡലിന്റെ സക്സസ് എന്ന് നോക്കാം. The main success of Bohr's model are ഒന്നാമത്തെ സക്സസ് ആണ് എന്ത്? Bohr's atomic model explained the stability of an atom. ഒരു ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞു? ബോറിന് കഴിഞ്ഞു. അതാണ് ഇതിന്റെ ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സക്സസ്. According to Bohr, an electron revolving in a circular orbit cannot lose energy. എന്ത് ചെയ്യുന്നില്ല? എനർജി ലോസ് ചെയ്യുന്നില്ല. According to Bohr, the electron revolving in a circular orbit cannot lose energy. Therefore, emission of radiation is not possible as long as the electron remains in one of its energy levels, and hence there is no cause of instability in this model. എന്താണ്? Emission of radiation is not possible as long as the electron remains in one of its energy level, and hence there is no cause of instability. അതായത് എന്ത് ചെയ്യുന്നില്ല? നമ്മൾ പറഞ്ഞു എനർജി എന്ത് ചെയ്യുന്നില്ല? റേഡിയേറ്റ് ചെയ്യുന്നില്ല അല്ലേ? അതിന് വേണ്ട ആ ഒരു എനർജി ലെവൽ ട്രാൻസിഷന് വേണ്ട എമൗണ്ട് ഓഫ് എനർജി കിട്ടിയാൽ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ? ഹയർ ലെവലിലേക്ക് ജമ്പ് ചെയ്യുകയുള്ളൂ. അല്ലാതെ എന്ത് ചെയ്യുന്നില്ല? ഈ എനർജി ലോസ് ചെയ്യുന്നില്ല. സോ എന്താണ്? സ്റ്റെബിലിറ്റി ഓഫ് ആറ്റത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞു? ബോറിന് കഴിഞ്ഞു. ഓക്കെ,
Bohr concept of atom explained successfully in the atomic spectrum of hydrogen atom. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സക്സസ് ആണ് ബോറിന് എന്താണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പെക്ട്രത്തെ അറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു. എന്താണ് അറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞു? ബോർ കൺസെപ്റ്റിന് കഴിഞ്ഞു. From the Bohr's atomic model, it is clear that electron can have only certain definite energy levels. എന്താണ് അറ്റോമിക് മോഡൽ പറയുന്നത് എന്താണ്? ഇലക്ട്രോണിന് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഡെഫിനിറ്റ് എനർജി ലെവൽ ഉണ്ട്. ആ എനർജി ലെവലിലൂടെ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? ആ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുകയുള്ളൂ. ഇനി when the electron is present as close to the nucleus as possible, the atom has the minimum possible energy and is said to be in ground state. അപ്പോൾ എന്താണ്? നമ്മുടെ ആറ്റത്തിനോട് അടുത്താണ് നമ്മൾ മിനിമം പോസിബിൾ എനർജി ലെവലിലാണ് നമ്മുടെ ഇലക്ട്രോൺ ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ ആറ്റം ground സ്റ്റേറ്റിലാണെന്ന് പറയാം. ഓക്കെ, when the electron is present as close to the nucleus as possible, the atom has എന്തായിരിക്കും? മിനിമം പോസിബിൾ എനർജി ആയിരിക്കും. എനർജി അവിടെ മിനിമം ആയിരിക്കും. ആ ഒരു സ്റ്റേറ്റ് ആണ് എന്ത്? ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഹൈഡ്രജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ എന്താണ്? അവിടെ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ അല്ലേ? ഈ ഒരു ഇലക്ട്രോൺ എവിടെ കാണാൻ പാടുള്ളൂ? ന്യൂക്ലിയസിനോട് അടുത്ത്. ന്യൂക്ലിയസ് ആണെങ്കിൽ ന്യൂക്ലിയസ് അതിനോട് ഏറ്റവും അടുത്ത ഷെല്ല് ഏതാണ്? n=1 ഷെല്ലാണ് അല്ലേ? അപ്പം ഈ k അല്ലെങ്കിൽ l=1 ഷെല്ലാണ് ഈ ഇലക്ട്രോൺ എന്ന് നമുക്ക് പറയാം. എന്താണ്? ഹൈഡ്രജൻ ആറ്റം നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെന്ന് പറയാം. അതേസമയം ഇത് എന്താണ്? എനർജി അക്സെപ്റ്റ് ചെയ്തിട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയാൽ ഇതെന്തായി? എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയി. ഓക്കെ, when energy from some outside source is supplied to it, it can absorb a definite amount of energy and jumps to higher energy level. അപ്പം അതിൻ്റെ ലോവസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള എനർജി ലെവലിൽ നിന്ന് എന്താണ്? സ്യൂട്ടബിൾ എമൗണ്ട് ഓഫ് എനർജി ലഭിച്ചാൽ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ? ഹയർ ലെവലിലേക്ക് പോവുകയുള്ളൂ. അങ്ങനെ ഹയർ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്ത് ഹയർ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റിനെ പറയുന്ന പേരാണെന്ത്? എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയും. എന്താണ്? എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നു. അപ്പം നമുക്ക് പറയാം ഫോർ ഹൈഡ്രജൻ ആറ്റം ഫസ്റ്റ് എനർജി ലെവൽ n=1 ഈസ് കോൾഡ് ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് എന്താണ്? n=2 എന്താണ്? ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നും n=3 നമുക്ക് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ എണ്ണം ഒന്ന് കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ സ്റ്റേറ്റും ഹൈഡ്രജൻ്റെ കേസിൽ എന്താണ്? എക്സൈറ്റഡ് സ്റ്റേറ്റ് തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്, ഡ്രോബാക്സ്. സോ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ ആദ്യം ഡ്രോബാക്സ് ഓഫ് റൂദർഫോർഡ് മോഡലും അതുപോലെ തന്നെ ബോർ ആറ്റം മോഡൽ എന്താണ്, അതിൻ്റെ സക്സസ് എന്തൊക്കെയാണ്, നമ്മൾ 2-3 പോയിന്റ്സ് പറഞ്ഞു. ആ പോയിന്റ്സ് കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ തരാം. ഓക്കെ, താങ്ക് യു.